ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSC ചോദിച്ച ചോദ്യവും അതുമായി റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? 1. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. 2. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. 3. യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. 4. ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി 3 മാത്രം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ്: പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു, അതുപോലെ ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. പൊയ്കയിൽ യോഹന്നാൻ 1879 ഫെബ്രുവരി 17 പത്തനംതിട്ടയിലെ ഇരവിപേരൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ച നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. അതുപോലെ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പ്രതിയോഗികൾ പുലയൻ മത്തായി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. ക്രൈസ്തവനും ഹിന്ദുവുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് പൊയ്കയിൽ യോഹന്നാൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. 1921 1931 എന്നീ വർഷങ്ങളിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. 1921 1931 എന്നീ വർഷങ്ങളിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചതും പൊയ്കയിൽ യോഹന്നാനാണ്. സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്കായി ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. ജാതി വിവേചനത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ അദ്ദേഹം മനുഷ്യസ്നേഹത്തിനും സാഹോദര്യത്തിനും ലോകസമാധാനത്തിനും വേണ്ടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന രൂപീകരിച്ചു. അവശതയനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിലഹള എന്നാണ്. അടിലഹള. അവശതയനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ മോചനത്തിനായി പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിലഹള. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി 1906 പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം വാകത്താനം. ക്രിസ്തുമതത്തിൽ നിന്നുള്ള വിവേചനത്തിൻ്റെ പ്രതിഷേധമായി 1906 പൊയ്കയിൽ യോഹന്നാൻ ബൈബിൾ കത്തിച്ച സ്ഥലം വാകത്താനം. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. രത്നമണികൾ എന്ന കവിതാ സമാഹാരം രചിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് M.R. രേണുകുമാർ. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് M.R. രേണുകുമാർ. രത്നമണികൾ പൊയ്കയിൽ യോഹന്നാൻ്റെയാണ്. പൊയ്കയിൽ യോഹന്നാൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് M.R. രേണുകുമാർ.
പൊയ്കയിൽ യോഹന്നാൻ്റെ ചില ഉദ്ധരണികളാണ് പറയുന്നത്. കാണുന്നില്ലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി, കാണുന്നുണ്ടനേക വംശത്തിൽ ചരിത്രങ്ങൾ. പൊയ്കയിൽ യോഹന്നാൻ്റെ ഉദ്ധരണിയാണ്. അതുപോലെ മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിയിടുന്നു. അതുപോലെ ഭക്ഷണം കിട്ടുന്നില്ല, വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതല്ല. ഇതെല്ലാം പൊയ്കയിൽ യോഹന്നാൻ്റെ ഉദ്ധരണികളാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാൻ. സ്ഥാപിച്ച വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച വർഷം 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവിപേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം തിരുവല്ലയിലെ ഇരവിപേരൂർ. അതുപോലെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഉപാസ്ഥാനങ്ങളാണ് അമരക്കുന്ന്, അതുപോലെ ഉദിയൻ കുളങ്ങര. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണമാണ് ആദിയാദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ പ്രധാന പ്രസിദ്ധീകരണം ആദിയാദീപം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമമാണ് കുമാരഗുരുദേവൻ. കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ തലവൻ എന്ന നിലയിൽ പൊയ്കയിൽ യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമം കുമാരഗുരുദേവൻ. അതുപോലെ സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ എന്നിവർ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സജീവ പ്രവർത്തകരായിരുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സജീവ പ്രവർത്തകരാണ് സൈമൺ യോഹന്നാൻ, വെള്ളിക്കര മത്തായി ഉപദേശി, കാളയിൽ പത്രോസ് മൂപ്പൻ എന്നിവർ.